ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മാലിക്കാരുടെ ഒരു പലഹാരമാണ്, ബിസ്കീമിയ. പേര് കേൾക്കുന്ന പോലെ അത്ര റിസ്ക് ഒന്നും അല്ല, സിമ്പിളാണ്. നമുക്ക് ചിക്കൻ റോളൊക്കെ ചെയ്യണ പോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ എത്രയുണ്ടോ അതിൻ്റെ പകുതിയാണ് വെള്ളം വെക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടണത് പോലെ, പക്ഷെ പൊടിയുടെ നേരെ പകുതിയെ വെള്ളം എടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുഴയ്ക്കാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് വരും. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല ഈസിയാണ് കുഴച്ചെടുക്കാൻ, മൈദയാണല്ലോ. അപ്പോൾ വാട്ട് കഴിഞ്ഞാൽ നല്ല ഈസിയാണ്. ഇത് റോളാക്കിയിട്ട് നമ്മൾ നീട്ടിയിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഒരു കുറച്ചൊരു നാരങ്ങ വലിപ്പമൊന്നും വേണ്ട, ചെറിയ രൂപത്തിലെടുത്താൽ മതി. പത്തിരിയുടെ അത്രയൊന്നും വേണ്ട. എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നമുക്കിതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കാനുള്ളതാണ്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഒരു സവാള ചോപ്പ് ചെയ്തത്, ഒരു പുഴുങ്ങിയ മുട്ട, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പില അരിഞ്ഞ് വെക്കണം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടി ആദ്യം തിരുമുമല്ലോ, അതുപോലെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കൊടുക്കണം. അതിൽ ഈ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരണം, ഉള്ളിയിലൊക്കെ ഉള്ള വെള്ളം അങ്ങോട്ട് ഇറങ്ങി വരണം. അതുപോലെ പച്ചമുളകിൻ്റെ ആ എരിയൊക്കെ അതിലേക്ക് പിടിക്കണം. ശേഷം പുഴുങ്ങിയ മുട്ട, അതും നമ്മൾ കൈകൊണ്ട് തന്നെ അമർത്തിയിട്ട് നന്നായിട്ട് കുഴച്ച് അതിൽ മിക്സ് ചെയ്യണം. എല്ലാം കൂടിയും കൂട്ടിയിട്ട് നല്ലൊരു മിക്സാക്കി എടുക്കണം. ഈ പക്ക വെജിറ്റേറിയൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുട്ട ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. സവാളയും അതുപോലെ ക്യാബേജൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇത് നമ്മൾ വേവിക്കണമൊന്നുമില്ല, മുട്ട പുഴുങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായി. ഉപ്പ് പാകത്തിന് തന്നെയാണോ നോക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ പത്തി പ്രസ്സിലാണ് ചെയ്യണത്. വെറുതെ പലകയിൽ പരത്തിയാലും മതി. പ്രസ്സിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയെടുക്കാൻ കഴിയുന്ന അത്രയും കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കുക. ഇനി ചിക്കൻ റോൾ ചെയ്യണ പോലെ തന്നെ മടക്കിയെടുക്കുന്നത് ശരിക്കും ചിക്കൻ റോൾ ചെയ്യണ പോലെ തന്നെയാണ്. അതിനകത്ത് കറക്റ്റായിട്ട് കൊള്ളാവുന്ന രീതിയിൽ ഫില്ലിങ് വെച്ചാൽ മതി. ഫില്ലിങ് ഒരിക്കലും പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഒരു സൈഡിൽ നിന്ന് മടക്കിയിട്ട് അതിനെ അങ്ങ് പൊതിയുക. പിന്നെ നമുക്കുള്ള പ്രശ്നം 2 സൈഡിലൂടെയും വരും എന്നുള്ളതാണ്. അപ്പോൾ സൈഡിലൂടെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 സൈഡിൽ നിന്നും ഒന്ന് അമർത്തി ഒട്ടിച്ച് കൊടുക്കണം. പത്തിരി പ്രസ്സിലാകുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ പുരട്ടിയിട്ടാണ് ഇത് ആക്കിയെടുക്കുക. ഫില്ലിങ് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റുക. മടക്കി വരുന്ന സമയത്ത് 2 സൈഡും ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് വീണ്ടും മടക്കുക. എന്നിട്ട് ആ അറ്റത്ത് നമ്മൾ ഇത്തിരി മൈദ തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ വിട്ടുപോരും, ഉറപ്പില്ല. എന്നാൽ പോലും നമ്മൾ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൈദ വാട്ടിയ ആ പാത്രം ഉണ്ടല്ലോ, നമ്മൾ മൈദ മാവ് കുഴച്ച പാത്രം അടുപ്പിൽ വെച്ചിരുന്നത്, അതിലുള്ള മൈദ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി പ്രത്യേകം മൈദ കലക്കൊന്നും വേണ്ട. ആ പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും തന്നെ എടുത്തിട്ട് ശരിക്കും ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കുക. സോസ് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കഴിക്കാം. വെറുതെ ചായയുടെ കൂടെ ആണെങ്കിൽ അങ്ങനെയും കഴിക്കാം. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. 2 സൈഡിലും മൈദ ചേർക്കണം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 2 സൈഡും ഉള്ളിലേക്ക് മടക്കി വെച്ചാൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല പശ വെച്ച് ഒട്ടിക്കണ പോലെ നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുക. മൈദ പച്ചവെള്ളത്തിൽ കുഴക്കണ അതുപോലെ റിസ്ക് ഇല്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് വളരെ കുറച്ച് ഫ്ലെയിമിൽ വേണം ഇടാൻ. തീരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വേവും. സാധാരണ നമ്മൾ മൈദ പച്ചവെള്ളത്തിൽ കുഴക്കണ അത്ര സ്പീഡിൽ ഇത് വേവൂല. മൈദ വാട്ടിയതായതുകൊണ്ട് വേവൂല. പക്ഷേ പെട്ടെന്ന് വേവുകയാണെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് വെച്ച ഫില്ലിങ് എല്ലാം വേവിക്കാത്തതാണ്. മുട്ട വേവിച്ചിട്ടുണ്ട്, പക്ഷേ സവാള വേവിച്ചിട്ടില്ല, ക്യാബേജ് അതൊന്നും വേവിച്ചിട്ടില്ല, പച്ചമുളക് ഒന്നും വേവിക്കാത്തതാണ്. അപ്പോൾ അതിലേക്ക് എല്ലാം ചെറിയൊരു വേവ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കാൻ.
ഒറ്റയടിക്ക് ഇട്ട് എടുക്കരുത്, ചെറിയ ഫ്ലെയിമിലിട്ട് സാവധാനത്തിൽ വേണം ചെയ്തെടുക്കാൻ. ഈ കളറാവുമ്പോൾ അങ്ങ് കോരിയെടുക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരുപാട് ഓയിൽ കുടിക്കണമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ മൈദ പച്ചവെള്ളത്തിലാണ് കുഴച്ചതെങ്കിൽ പെട്ടെന്ന് പൊങ്ങി നല്ല ഇതൊക്കെ ക്രിസ്പിയൊക്കെ ആയിട്ട് വരും. അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമില്ല, എണ്ണ ഒട്ടും കുടിക്കണില്ല. മാത്രമല്ല നമ്മൾ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ മൈദയിൽ ചേർത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ചെയ്യാൻ. പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊങ്ങി വരും, പെട്ടെന്നൊക്കെ ക്രിസ്പി ആയിട്ടൊക്കെ വരും. ഇതിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ല. തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. സാവധാനത്തിൽ ചെയ്തില്ലെങ്കിൽ ക്യാബേജൊക്കെ ഇങ്ങനെ പച്ചയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അത് പാടില്ല, ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണിത്. ഒരു മടുപ്പൊന്നും ഇല്ലാത്തൊരു പലഹാരമാണ്. സോസ് കൂട്ടി വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി വൈറ്റ് സോസാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആണെങ്കിൽ അങ്ങനെ, ഏതായാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.